നാളെ ഹർത്താലാവോന്നൊക്കെ പറയണേ. അയ്യോ, അപ്പൊ ഞങ്ങളിവിടെ പെട്ടുപോവോ? ഏയ്, അങ്ങനെ സ്ട്രോങ് ആകാനൊന്നും വഴിയില്ല. ആ നേഴ്സ് പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് നോക്കാം. ശിവനെ വിളിച്ചാ. ശശിയേട്ടാ, ആരാ ഇവിടെ ഐസിയിൽ കിടക്കണേ? ഇപ്പോൾ വിളിക്കാം, ഒരു മിനിറ്റ്. എന്തേ? ഞാൻ 2 ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചതാ. കാര്യം ശരിയാ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കണതൊക്കെ. എന്ന് വെച്ച് അച്ഛൻ ഈ അവസ്ഥയിൽ ഐസിയിൽ കിടക്കുമ്പോ മീൻ വറുത്തതും ഈ മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ചോറുണ്ണുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശശിയേട്ടന്? വീട്ടിലാണെങ്കിൽ ഓക്കെ, അവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, ഇവിടെ വേണോ? അതുകൊണ്ട് നാളെ മുതൽ അച്ഛന് കൊടുക്കണ കഞ്ഞി തന്നെ മതി ഞങ്ങൾക്കും, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ കണ്ട എന്താ വിചാരിക്കുക? അത് വഴിയുണ്ടാക്കാം. എന്നാ നിങ്ങൾ കഴിച്ചിട്ട് വന്നാൽ മതി. എന്നോട് വന്ന ഉടനെ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞത്. ആ മധുട്ടാ, ആ കിടപ്പ് അങ്ങനെ തന്നെ. ഞാൻ ദേ ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വന്നാ. അപ്പോ ആശുപത്രിയിലായിരുന്നു നിൽക്കണേ. ഇത്തിരി വെള്ളം ഇങ്ങനത്തെ അല്ലേ? ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിരിപ്പുണ്ട്. ഞാനിപ്പോ വിളിച്ചതേ അവിടെ പൂജയുടെ കാര്യത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാ. നമ്മുടെ തീരുമാനം അനുസരിച്ചിട്ടേ അടുത്ത് നിന്റെ വീട്ടിലാണല്ലോ. ഓ, അങ്ങനെ ഒന്നുണ്ടല്ലേ? ആ, 1-2 അടുത്തൊക്കെ നടന്നു. തൽക്കാലം എന്റെ വീട്ടിൽ ഇപ്പൊ നടത്തണ്ട. അല്ലടാ, ആശുപത്രി കേസ് അവിടെ നടന്നോട്ടെ, ഞങ്ങൾ വീട്ടിലൊന്ന് പൂജ എടുത്തിട്ട് പോയിക്കോളാന്ന്. അതല്ല മധുവേട്ടാ, അച്ഛന്റെ കാര്യം ഇത്ര റിസ്ക് ആണ്. ഇന്നോ നാളെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ പൂജ നടത്തിയാലേ നാളെ മറ്റന്നാൾ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലും പണിയാവും. ആൾക്കാർ പിന്നെ ഈ പരിപാടി തിരിഞ്ഞു നോക്കില്ല. ഓ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലേ? അതാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മുടെ ബാക്കിയുള്ള മെമ്പർമാരുടെ വീട്ടിലൊക്കെ പൂജ നടത്ത്, എന്നിട്ട് പിന്നെ എന്റെ വീട്ടിലെ കാര്യം നോക്കാം. അതല്ലേ പൂജ? ആ, എന്നാ പിന്നെ അങ്ങനെ നോക്കാം. ശരി. ആ, അച്ഛാ, അതെ, ആരെ പറ്റിക്കാൻ ഈ ഉറക്കം? അച്ഛന് പഴയ പോലെ ക്ഷീണമൊന്നുമില്ലല്ലോ ഇപ്പോ? അത് ശരിയാ. ഇപ്പൊ മനസ്സിനൊരാശ്വാസമുണ്ട്. എന്തോ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ. ആ, ഈ ആശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഭാരമൊക്കെ ദേ ഇവിടെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. അച്ഛൻ ഇതുപോലെ തന്നെ ചില്ലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കാലം കൂടെ സുഖമായിട്ട് ജീവിക്കാം. മനസ്സിലായില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അച്ഛൻ്റെ മെന്റൽ ഹെൽത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വാർഡിലേക്ക് മാറാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ? വലിയൊരു ഹേർഡിലാണ് പുള്ളി ചാടിക്കിടന്നത്. വീട്ടിൽ വല്ല കോലാഹലങ്ങളും. അയ്യോ, അതെന്തായാലും നടക്കില്ല. നിങ്ങളിവിടെ വരുന്നവരെ ഞങ്ങൾ തന്നെയാണല്ലോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ എങ്ങനെ നോക്കിയോളാം. ഇവിടെ വരുന്ന വരെ ശരി, പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായേ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും ശരിയല്ലാന്ന്. ശാന്തിന്റെ പെരുമാറ്റം ഞാൻ അന്ന് കണ്ടല്ലേ. പിന്നെ അമ്മേന്റെ കാര്യം എനിക്ക് നല്ലോണം അറിയാം. അയ്യോ, അവരെപ്പോഴും അങ്ങനെയൊന്നും അല്ല പെരുമാറുള്ളത്. അല്ലായിരിക്കും, സമ്മതിച്ചിന്. ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓരോ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതെ, പക്ഷെ ഈ പ്രശ്നം മാറാൻ പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഈ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ നിങ്ങളെ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നതെന്ന് അറിയാണ്ട് നമ്മൾ എങ്ങനെയാ മനസ്സമാധാനത്തോടെ ഇരിക്കുക? അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മളിവിടെ നിൽക്കാം. അച്ഛൻ ഇവിടെ യാതൊരു കുറവും വരില്ല, അത് ഞാൻ ഉറപ്പുതരാം. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്ല, ഇവനേതാ? അല്ലെങ്കിൽ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛനെ ഓക്കെ ആയാ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാമല്ലോ. അയ്യോ, അത് പറ്റില്ല. അച്ഛനെ കൊണ്ട് ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെ അച്ഛനെ കൊണ്ടുപോയാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഡിസ്ചാർജ് അച്ഛൻ എവിടെ നിന്ന് നാട്ടുകാരി ചോദിച്ചാൽ ഞങ്ങളെന്ത് പറയും? അതല്ലേ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ തന്നെ നിന്നോളാ. മൂപ്പര് അവസ്ഥയായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നവരെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവാം. ഞങ്ങൾ പറയണത് ഒന്ന് കേക്ക്. നിങ്ങൾ രണ്ടാളും ഇപ്പൊ വീട്ടിലേക്ക് വന്ന് അവിടെ എന്താ നടക്കാന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. അതുകൊണ്ടാ നമ്മളെ കുറിച്ച് ഓർത്ത് എനിക്ക് യാതൊരു വേവലാതിയും ഇല്ല. അതുപോലെ നമ്മളിപ്പോ അവിടെ താമസിക്കാനൊന്നുമല്ലല്ലോ വരുന്നേ. മൂപ്പര കാര്യം രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നോളാം. പിന്നെ കിടക്കേണ്ട കാര്യമല്ലേ, അതിന് പുറത്ത് വേണമെങ്കിൽ നമ്മളൊരു മുറി നോക്കാം. ഇവിടെ പുറത്ത് താമസിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ വേണ്ട. അത് ഇവനെ കൊണ്ട്. ആ, ഞാനൊന്ന് വേറൊരു കാര്യം പറയാം. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നു, ഇവൻ തിരിച്ച് ശ്രീകണ്ഠാപുരത്തേക്ക് അതൊന്നും പറ്റില്ല. അമ്മയുടെ ഒറ്റയ്ക്ക് നിങ്ങളുടെ അടുത്ത് ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ നിൽക്കും. ഓ, ആ, പിടിക്കാം. അപ്പുറത്ത് പിടിച്ചോ.
മോനെ ഞാനൊന്ന് പോകട്ടെ. വാ പുറത്തേക്ക് വന്നേ. ടിപ്പ് ചേട്ടാ വാ. ഞാൻ വന്നേ ഇങ്ങോട്ട്. ഈ ചില്ലറ നിങ്ങൾ എടുത്തിട്ടാ. അച്ഛ, അച്ഛന് കുടിക്കാൻ വല്ലതും വേണം. വേണ്ടടാ. ആംബുലൻസ് ഒക്കെ പോണണ്ടല്ല. അച്ഛൻ വന്നാ പോയാ? ഏയ് വന്നതാവുള്ളൂ, പോയതാവില്ല. പോയതാണെങ്കിൽ ഇതായിരിക്കില്ലല്ലോ ഇവിടുത്തെ അന്തരീക്ഷം. നീ അവനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. മൊത്തത്തിലാകെ ഒരു മാന്യത. അത് വീട്ടുകാരെ കുപ്പിലാക്കിട്ടേ നാട് വിടാനുള്ള പരിപാടി ആയിരിക്കുള്ളൂ. 10-ാം തീയതി വഴുതക്കാട്ട ടീമായിട്ട് മാച്ച് വെച്ചിട്ടുണ്ട്. നിനക്ക് വരാൻ പറ്റുമോ? എടാ ആളില്ലടാ, നീ വെറുതെ ജയിച്ചിട്ട് വന്നാ മതി. എടാ ഗോളൊന്നും അടിക്കണ്ടാന്ന്. അവൻ ജന്മം പോയ വായ തുറക്കണ്ടോ നോക്കിയേ. വന്നത് കുറച്ച് നാളെ അച്ഛൻ ഐസിയുടെ പോസാണ്. നീ അവനോ ശ്രദ്ധിച്ചു നോക്കിയടാ. പഴയ ഡിസ്കോ രവീന്ദ്രന്റെ ഒരു ലുക്കില്ലേ. ഡാ, ശശി നീ അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നേ. അല്ലെങ്കിൽ ഓരോരുത്തരും മിണ്ടാനും പറയാൻ അകത്തേക്ക് കയറി വന്ന കാര്യങ്ങൾ കയ്യുന്ന പോകും. ചേട്ടൻ ഒന്ന് വിളിച്ചോ? ഏയ് ഞാനൊന്നുമില്ല. എനിക്ക് അല്ലെങ്കിൽ തന്നെ ചിരിച്ചുകൊണ്ട് വിളിക്കണോ ദേഷ്യത്തോട് വിളിക്കണോ എന്നൊരു കൺഫ്യൂഷൻ. നീ അങ്ങ് വിളിച്ചാൽ മതി. ചെല്ലടാ. ഇവിടെ തന്നെ നിൽക്കുമായിരുന്നോ? വരൂ. ആ മോനെ ബാഗ്. ശശിയേട്ടാ എൻ്റെ സ്പേസ് ഇനി താഴെ പോയി കിടക്കാം. ആ ശരി. നിങ്ങൾക്ക് ഇനി ഈ മുറി ഉപയോഗിക്കാം. ആ പിന്നെ വീട് വിട്ട് അധികം പുറത്തിറങ്ങണ്ട. പിന്നെ ജനലും വാതിലൊന്നും തുറക്കാനും നിൽക്കണ്ട. ഇവിടുത്തെ അവസ്ഥയൊക്കെ മനസ്സിലായി കാണുമല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. നമ്മളെ കാരണം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻ്റെ പൊന്നമ്മ, ഞാൻ പറയണമെന്ന് കേക്ക്. വലിയൊരു ഹർഡലാണ് അച്ഛനിപ്പോൾ ചാടി കടന്നിരിക്കുന്നത്. റിവഞ്ച് എടുക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രശ്നക്കാരെന്നുള്ള ധാരണയിലാണ് അവരിങ്ങോട്ട് വന്നിട്ടുള്ളൂ. അതങ്ങനെ അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും. അതുവരെ എല്ലാവരും ഒന്ന് അടങ്ങ്. പിന്നെ വേറൊരു കാര്യം, ഇനി നാട്ടുകാർ മാത്രമല്ല ബന്ധുക്കൾ പോലും ഈ കോമ്പൗണ്ടിൽ വരാതെ നമ്മൾ സൂക്ഷിക്കണം. ശശിയേട്ടാ, ഒരാളെ വിളിക്കേണ്ടി വരും. ഇതിങ്ങനെയൊക്കെയല്ലെന്ന് വെള്ളം വരും. കണ്ട അറിയാം. എത്രയും അത് ശശിയേട്ടൻ എന്തെങ്കിലും തന്നാൽ മതി. നമ്മൾ തമ്മിലിപ്പോൾ എന്തെങ്കിലും ഒരു കണക്ക് 500 കുറയണ്ട കേട്ടോ. എന്നാ വെച്ചോ. ആ അപ്പോൾ യൂറോപ്യൻ ക്ലോസ്റ്റൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പാവങ്ങളെ കണ്ടാൽ മിണ്ടോ? പോടാ. ആ അശോകേട്ടൻ ഇവിടുത്തെ റൂം അച്ഛനല്ല അല്ലേ? അടുക്കളയിൽ സിങ്ക്. നാളെ ഇരിക്കാലെ കൊടയിലാണ് പണി. അപ്പൊ എല്ലാം കൂടെ തീർത്തിട്ട് പോവാന്ന് ചോദിച്ചു. വരണേ. ഇവിടെ ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ. ശരി. അപ്പൊ ശരി എന്നാ. ബൈ ബൈ. ആ സുഭാഷ്. ഹലോ ശശിയേട്ടാ. നിങ്ങളെവിടെ? ഞാനിവിടെ നോക്കിയിട്ട് കാണുന്നില്ല അച്ഛനെ. അത് ഞങ്ങള് ഡിസ്ചാർജ് ആയി പോകും സുഭാഷ്. ഓ പോന്നാ? അതാണ് ഞാൻ ഇവിടെ പലയിടത്തും നോക്കിയിട്ട് കാണാനില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ അച്ഛനെ കാണാൻ. ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നേ. വേണ്ട, ഞങ്ങളിത് വന്നല്ലേ ഉള്ളൂ. പിന്നെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് അധികം വിസിറ്റേഴ്സിനെ വീട്ടിലേക്ക് വരുത്തണ്ടെന്ന്. അല്ല, നമ്മളൊക്കെ എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ ചേട്ടാ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ വന്ന് കണ്ടില്ലെങ്കിൽ ചിലത് ഫീൽ ചെയ്താലോ? അതൊന്നും കുഴപ്പമില്ല സുഭാഷേ. പാരലൈസ് ആയ ആളല്ലേ, ഫീലൊന്നും അറിയില്ല. അല്ല പിന്നെ നമ്മുടെ ആ ചെറിയ അരിമ്പൂരുള്ള അവരൊക്കെ പോയാ? അവര് പോയല്ലോ, ഡിസ്ചാർജ് ഉടനെ പോയി. ആണല്ലേ? എന്നാ പിന്നെ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ചേട്ടാ. തീർച്ചയായും.